എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം ABC ന്യൂസ് ചാനലിൽ ഒരു വീഡിയോ കാണുവാൻ ഇടവന്നു. യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് കോടതിക്കറിയാമോ എന്നായിരുന്നു അതിന്റെ തമ്പനയിൽ. വളരെ മനോഹരമായ ഒരു തമ്പനയിലാണ്. അതിന്റെ വീഡിയോ ഞാനൊന്ന് ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് അവര് ചർച്ച ചെയ്യുന്നത് ക്രൈസ്തവരുടെ ശവമടക്കും അതിനോട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് റീജിയണിൽ ഉണ്ടായ ഒരു വ്യവഹാരം, അത് സുപ്രീം കോടതി വരെ എത്തി. ഒടുവിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവരുടെ ഈ വീഡിയോയുടെ ഇതിവൃത്തം. അതിലവർ പരാമർശിക്കുന്ന പരാമർശങ്ങളിൽ നിന്നും എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു. അവകളിൽ ചിലതാണ് വേദപുസ്തക അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ശ്രോതാക്കളുമായി ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി, ക്രിസ്ത്യാനി ആര് എന്നതിനെ കുറിച്ച് കൃത്യമായ അറിവ് ചർച്ച ചെയ്യുന്നവർക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ക്രൈസ്തവർ എന്ന നിലയിൽ പലപ്പോഴും പൊതുസമൂഹം കാണുന്നത് കത്തോലിക്കരെയാണ്. കത്തോലിക്കർ വാസ്തവത്തിൽ ക്രൈസ്തവരല്ല. ഞാനത് പറയുവാനുള്ള കാരണം, ക്രൈസ്തവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന പദം ഉണ്ടാകുന്നത് അന്ത്യോക്യയിൽ വെച്ചാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആൾക്കാരെ കളിയാക്കി വിളിച്ച ഒരു പദപ്രയോഗമാണത്. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അവർ കർത്താവായ യേശുക്രിസ്തുവിനെയോ വിശുദ്ധ വേദപുസ്തകത്തെയോ അനുഗമിക്കുകയോ അനുകരിക്കുകയോ ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് പാരമ്പര്യങ്ങളെയും കഥകളെയും അവരുടെ ഇഷ്ടം മാതിരിയുള്ള കെട്ടുകഥകളെയുമാണ്. ഇവകൾക്കൊന്നും വിശുദ്ധ ബൈബിളുമായിട്ടോ ബൈബിളിലെ കർത്താവായ യേശുക്രിസ്തുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അത് ആദ്യം ഗ്രഹിച്ചിട്ട് വേണം ക്രൈസ്തവന്റെ കാര്യം വിലയിരുത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്ന പ്രധാനപ്പെട്ട പരാമർശം, ക്രൈസ്തവർക്ക് അവരുടെ ശവമടക്ക് ക്രൈസ്തവ സെമിത്തേരിയിൽ തന്നെ ചെയ്യണമെന്നും എന്നാൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ വരവിൽ അവർ ഉയർക്കുകയുള്ളൂ എന്നും അങ്ങ് അടിവരയിട്ട് സംസാരിക്കുകയാണ്. വളരെ കൃത്യമായിട്ട് അറിയേണ്ടത്, ക്രിസ്ത്യാനിക്ക് അനുകരിക്കേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും തത്വസംഹിതകളും അടങ്ങിയിരിക്കുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകമാണ്. വേദപുസ്തകത്തിന് പുറകിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിന് പുറത്ത് യാതൊരു ആചാരങ്ങളും യാതൊരു കലാപരിപാടികളും ക്രിസ്ത്യാനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധ വേദപുസ്തകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കത്തോലിക്കനെ ബൈബിൾ അനുസരിച്ച് ക്രൈസ്തവൻ എന്ന് പരാമർശിക്കാൻ കഴിയില്ല. അവർ ചെയ്യുന്ന ഒരാചാരങ്ങൾക്കും ബൈബിളുമായി ബന്ധമില്ല എന്ന വസ്തുത അറിയണം. അപ്പോൾ ഇവിടെ ഈ അടക്കത്തോടും അതിനോട് ബന്ധപ്പെട്ട വിഷയത്തോടും ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഇടയിൽ ഇന്ന് ക്രൈസ്തവർ എന്ന പേര് കേട്ട് മുൻപിൽ നിൽക്കുന്ന നാമധേയ ക്രൈസ്തവർ വരുത്തി വച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളെയാണ് വചനാടിസ്ഥാനത്തിൽ എനിക്ക് വിശദീകരിക്കാൻ താല്പര്യമുള്ളത്. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് അവർ പറയുന്ന ആ സംസാരം ഒന്ന് കേൾക്കുക എന്നുള്ളതാണ്. ഒന്നിലധികം ജഡ്ജിമാര് വിധി പറയാനിരിക്കുമ്പോൾ ചിലപ്പോ പല അഭിപ്രായങ്ങളുണ്ടാവും. ഇവിടെ 2 ജഡ്ജിമാരുണ്ടായിരുന്ന ഒരു ബെഞ്ചില് 2 ജഡ്ജിമാരും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന ആൾക്ക് നീതി കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പൊ കിഴക്കൻ മേഖലയിലെ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അല്ലെ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ഉണ്ടായ അനുഭവമാണ്. അതിന്റെ ഒരു വിശദാംശങ്ങൾ സാറിന് വ്യക്തമാക്കാമോ? അതായത് ഈ സുപ്രീം കോടതിയിൽ സിംഗിൾ ബെഞ്ച് ഇല്ല. സുപ്രീം കോടതിയിലെ സിംഗിൾ ബെഞ്ച് എന്ന് പറയുന്ന 2 ജഡ്ജിമാരിരിക്കുന്നതാണ് അവിടുത്തെ ബെഞ്ച്. ഭരണഘടനാ കോടതിയാണ്. അപ്പൊ ഭരണഘടന 2 ജഡ്ജിമാര്. അത്യപൂർവമായിട്ട് ഇവർക്ക് തമ്മിൽ 2 പേർക്കും 2 അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയും. എന്നുവെച്ചാൽ വിഭജിക്കപ്പെട്ടു അഭിപ്രായങ്ങളുടെ, നിയമപരമായ അഭിപ്രായങ്ങളുടെ പേരിൽ വിഭജിക്കപ്പെട്ട് അഭിപ്രായങ്ങൾ വരും.
കിഴക്കൻ നമ്മുടെ ഇതുണ്ടല്ലോ ട്രൈബൽ ഏരിയ, ആ ട്രൈബൽ നോർത്ത് ഈസ്റ്റേൺ ഏരിയ, അവിടെയാ ഈ അടുത്ത കാലത്ത് ക്രിസ്തുമതം സ്വീകരിച്ച ഒരു ഹിന്ദു ട്രൈബിൽപ്പെട്ട ഒരാൾ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇയാള് ഹിന്ദു ശ്മശാനത്തിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരം ശവമടക്കം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ഹിന്ദു ശ്മശാനത്തിന്റെ കസ്റ്റോഡിയൻ അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. ഈ പ്രശ്നമാണ് സുപ്രീം കോടതിയുടെ പരിഗണനക്ക് എത്തിയത്. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പൊ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇതിനകത്തൊരു മതപരമായ പ്രശ്നമുണ്ട്, അനുഷ്ഠാനങ്ങളുടെ പ്രശ്നമുണ്ട്, പിന്നെ വിശ്വാസങ്ങളുടെ പ്രശ്നമുണ്ട്. ഇതൊക്കെയുണ്ട്. ഈ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചിട്ട് ക്രൈസ്തവ സിമിത്തേരിയിൽ അടക്കം ചെയ്താൽ മാത്രമേ ക്രൈസ്തവമായ ജീവിത രീതിയിലെ പരിപൂർണത എത്തുകയുള്ളൂ. അതാണ് പുറത്താക്കപ്പെട്ടുന്നവർക്ക് തെമ്മാടിക്കുഴി കൊടുക്കുന്നതിന്റെ കാരണം. പണ്ട് കാരണം അവര് പൂർണ്ണ ക്രിസ്ത്യൻസ് അല്ല. ഒരു പൂർണ്ണ ക്രിസ്ത്യാനിയാണെങ്കിൽ അയാൾ മാമോദീസ മുക്കി ബാപ്റ്റിസം സ്വീകരിക്കുകയും അതിനുശേഷം പിന്നെ ക്രിസ്തുമതാനുയായിയായിട്ട് ജീവിക്കുകയും വിവാഹം ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുകയും ക്രിസ്തുമതത്തിന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ബാക്കി ആചാരാനുഷ്ഠാനങ്ങൾ അന്ത്യകൂദാശ അടക്കം കൈപ്പറ്റി മരിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ സിമിത്തേരിയിൽ അടക്കം ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുഴിച്ചിടേണ്ടി ചെയ്യാറില്ല, അടക്കം ചെയ്യണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുദേവന്റെ രണ്ടാം വരവിൽ ഈ മരിച്ച ആത്മാക്കൾ മുഴുവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള സങ്കല്പത്തിലാണ്. ആ യേശുദേവന്റെ രണ്ടാം വരവിൽ ഈ മരിച്ച ആത്മാക്കൾ മുഴുവൻ ഉയർത്തെഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ രീതിയിൽ ക്രൈസ്തവ സിമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കണം. ഇതാണ് അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യം. ഇവിടെ ഈ ബഹുമാനപ്പെട്ട സുഹൃത്തിന്റെ ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചില കാര്യം. ഒന്ന്, ക്രൈസ്തവ സെമിത്തേരിയിൽ അടക്കപ്പെട്ടാൽ മാത്രമേ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുകയൂ. അങ്ങനെ ഒരു പരാമർശം ബൈബിളിൽ എവിടെയും നമുക്ക് ലഭിക്കുന്നില്ല. രണ്ട്, ക്രൈസ്തവമല്ലാതെ ജീവിച്ച ഒരാളെ തെമ്മാടിക്കുഴിയിലാണ് അടക്കുന്നത്. അതിനും വചനത്തിനകത്ത് യാതൊരു തെളിവുകളും ഇല്ല. ഇതെല്ലാം സഭകൾ ഉണ്ടാക്കിയ ചില നൂലാമാലകളാണ്. എന്ന് പറഞ്ഞാൽ ജന്മനാ കത്തോലിക്കനായിരിക്കുകയും അല്ലെങ്കിൽ മാമോദീസ കൊണ്ട് കത്തോലിക്കനാവുകയും കത്തോലിക്കനായി തുടരുകയും അവസാനം വരെ അവര് പറഞ്ഞു കൊടുക്കുന്ന എല്ലാം അതുപോലെ ഏറ്റുപാടി ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ആത്മഹത്യ ചെയ്ത ആൾക്കാര് അവർ കടക്കാൻ താല്പര്യമില്ല. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് തെമ്മാടിക്കുഴി. പിന്നെ മറ്റാരെങ്കിലും തെമ്മാടികളായിട്ട് കണക്കാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർക്ക് വേണ്ടി അവർ അവരുടെ സെമിത്തേരിയുടെ ഒരു കോണിൽ സ്ഥലം മാറ്റിയിട്ടിട്ട് അവിടെയാണ് അടക്കം ചെയ്യുക. അവരുടെ ഇടയിൽ അങ്ങനെ ഒരു പഠിപ്പിക്കൽ ഉണ്ടായിരിക്കാം. അവിടെ അടക്കപ്പെട്ടാൽ സ്വർഗത്തിൽ പോകത്തില്ല എന്നും, നല്ലിടത്ത് അടക്കപ്പെട്ടാൽ അല്ലെങ്കിൽ കത്തോലിക്കർക്ക് വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഇടത്ത് അടക്കപ്പെട്ടാൽ സ്വർഗത്തിൽ പോകും എന്നും അവർ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം. എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവകൾക്ക് വചനപരമായി അല്ലെങ്കിൽ അടിസ്ഥാനപരമായി യാതൊരു തെളിവുകളുമില്ല, യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് എനിക്ക് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാനുള്ളത്. ഇതെല്ലാം ഇവരുണ്ടാക്കി വച്ചിരിക്കുന്ന ഉഡായിപ്പുകളാണ്. അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ സഭ വിട്ടു പോകാതിരിക്കാൻ ഇതിനകത്തടക്കിയാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്നവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടി വരും. എവിടെ അടക്കപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തതനുസരിച്ച് ന്യായവിധി മേടിക്കാൻ വേണ്ടിയാണ്. ഇത് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്ന വാക്യമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം ഒടുവിലത്തെ വാക്യങ്ങളിൽ പരാമർശിക്കുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു:
എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ, അടക്കം ചെയ്യപ്പെടുന്നതല്ല. കത്തോലിക്കന്റെ സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെടുന്നവർ ഭാഗ്യവാന്മാരെന്നല്ല, ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും. കത്തോലിക്കന് പിന്തുടരാൻ കഴിയില്ല, സഭയ്ക്ക് പിന്തുടരാൻ കഴിയില്ല, അവരുടെ പ്രമാണങ്ങൾക്കൊന്നിനും പിന്തുടരാൻ കഴിയില്ല. വിശുദ്ധ വേദപുസ്തകം അനുസരിച്ചാണോ അവർ ജീവിച്ചത് അല്ലയോ എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ കണക്ക് തീർക്കേണ്ടതിന് ഈച്ച് ആൻഡ് എവ്രി വൺ, എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിർബന്ധമായും വെളിപ്പെടേണ്ടി വരും. ഇനി ഞാൻ രണ്ട് പദപ്രയോഗങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഇവിടെ ഈ ബഹുമാനപ്പെട്ട ചർച്ചയ്ക്കിരിക്കുന്നയാൾ പറഞ്ഞത് അന്ത്യകൂദാശ അടക്കമുള്ള എല്ലാം നിർവഹിക്കപ്പെട്ട ഒരാൾ ക്രൈസ്തവ സെമിത്തേരിയിൽ അടക്കപ്പെടുമ്പോഴാണ് യേശുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുക എന്നാണ് പറയുന്നത്. 100% അത് തെറ്റാണ്. ഇതിനൊന്നും വേദപുസ്തകത്തിൽ അടിസ്ഥാനമില്ല. അവരുടെ ആദ്യത്തെ പോപ്പ് എന്ന് കത്തോലിക്കൻ അവകാശപ്പെടുന്ന പത്രോസ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ആദ്യത്തെ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ താനൊരു പ്രസംഗം നടത്തുമ്പോൾ ജനം കൂടി വന്ന് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസിന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 38 മുതലാണ് പത്രോസിന്റെ മറുപടി. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, കണ്ടോ, രക്ഷ പ്രാപിപ്പാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിന് ആദ്യത്തെ മറുപടി നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇത് കത്തോലിക്കനില്ല. കത്തോലിക്കൻ പത്രോസിനെ അവരുടെ ആളായിട്ട് എടുക്കാൻ നിൽക്കുമ്പോഴും പത്രോസിന്റെ ആദ്യത്തെ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് മറുപടിയായി വരുന്ന ആദ്യ പരാമർശം തന്നെ ഇവർ തള്ളിക്കളയുകയാണ്, മാനസാന്തരം ഇവർക്കില്ല. രണ്ടാം, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഇവർ പാപത്തിന്റെ മോചനത്തിനല്ല സ്നാനപ്പെടുന്നത്. ഇവർ ശിശുക്കളെ വെറുതെ വിളിച്ച് തലയിൽ വെള്ളം തളിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതിനും വചനപ്രകാരം വാലിഡിറ്റി ഇല്ല. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ അടിസ്ഥാന ഉപദേശങ്ങളായി പത്രോസ് പറയുന്നത് 1 മാനസാന്തരപ്പെടണം, 2 സ്നാനപ്പെടണം, 3 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അടുത്ത 42-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ആര്? ഈ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പ സ്ഥലത്തുള്ള ഉപദേശമല്ല. കത്തോലിക്കിന് അപ്പ സ്ഥലത്തുള്ള ഉപദേശം. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാർ പരാമർശിച്ചിരിക്കുന്ന ഒരു ഉപദേശത്തിലും സെമിത്തേരിക്കകത്ത് ക്രൈസ്തവന്റെ സെമിത്തേരിയിൽ അടക്കപ്പെട്ടാൽ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്നില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. ഇത് കത്തോലിക്കൻ കൊണ്ടുവച്ചിരിക്കുന്ന ഉഡായിപ്പുകളാണ് എന്നും തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെയോ കത്തോലിക്കനായി വല്ലപ്പോഴും വന്നും പോയി നിന്നത്തിന് മരിച്ചുപോയാൽ മരണവിവരം ചർച്ചിച്ചെന്ന് അറിയിക്കുമ്പോൾ അവരൊരു കുരിശ് കൊടുത്തുവിടും, ചത്തവന്റെ തലയ്ക്കിൽ വെക്കാൻ വേണ്ടി. പക്ഷെ അവന്റെ റെക്കോർഡെല്ലാം പരിശോധിച്ചിട്ട് പൈസ വല്ലതും അടയ്ക്കാനുണ്ടെങ്കിൽ മുഴുവൻ അടച്ച് കുടിശ്ശിക അടച്ചതിന് ശേഷമേ ഈ കുരിശ് കൊടുക്കത്തുള്ളൂ. പാവം ഈ ജനത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവൻ ഈ കുരിശി കൊണ്ടുവന്ന് ഇവന്റെ തലയ്ക്ക് വെച്ചില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകത്തില്ലെന്നാ. ഇതെല്ലാം കൃത്യമായി കാശടയ്ക്കാതെ കിടക്കുന്നവന്റെ കാശ് തിരിച്ചു പിടിച്ചു മേടിക്കുവാനുള്ള സഭയുടെ ഉഡായിപ്പുകളാണ്. പരേതന്റെ അല്ലെങ്കിൽ ഡെഡ് ബോഡിയുടെ തലയ്ക്ക് മേളിക്കൊണ്ട് കുരിശ് വെക്കുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണമെങ്കിൽ ചത്തതിന് ശേഷം യൗമാര് കൊണ്ടുവെക്കുന്ന കുരിശിന് എന്താണ് കഥയിരിക്കുന്നത്? പക്ഷേ ആ കുരിശ് കിട്ടിയില്ലെങ്കിൽ പരേതന് ഏതാണ്ടോ കുറവുണ്ടാകുമെന്നൊരു പഠിപ്പിര് ഈ പാവം ജനത്തെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും ആ കുരിശ് വീട്ടിൽ കൊണ്ടുവരാൻ പാകത്തിന് പൈസ അടച്ച് കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കും. ഇവിടെ പറഞ്ഞത് കണ്ടോ, ഇതിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് ഇതിന് യാതൊരു ബന്ധവുമില്ല. അടുത്തു പറയുക കൂട്ടായ്മ ആചരിച്ചു, അടുത്തു പറയുക അപ്പം നുറുക്കി, അടുത്തു പറയുക പ്രാർത്ഥന കഴിച്ചു പോന്നു. 7 കാര്യങ്ങൾ അവിടെ പറയുന്നത്: മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അപ്പോസ്തലന്മാരുടെ ഉപദേശം, കൂട്ടായ്മ, അപ്പം നുറുക്കൽ, പ്രാർത്ഥന. ഇവകൾക്ക് വിരോധമായിട്ടാണ് കത്തോലിക്കൻ വിവാഹം ഒരു കൂദാശയാണ്,
പിന്നെ ആദ്യ കുർബാന ഒരു കൂദാശയാണ് പോലും, അന്ത്യകൂദാശ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട് പോലും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാവം ജനത്തെ കബളിപ്പിക്കുന്നത് ഇവരുടെ ഉഡായിപ്പുകളാണ്. ഇവകൾ അനുകരിക്കുന്ന ആരും തന്നെ ക്രൈസ്തവരല്ല. എണ്ണി മടങ്ങി വരികയാണ്. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് തിരുവെടുത്ത് പറയുകയും, പഴയ നിയമത്തിൽ സഭാപ്രസംഗയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുമ്പോൾ, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും, പൊടി പണ്ടായിരുന്നത് പോലെ മണ്ണിലേക്ക് തിരികെ ചേരും. എന്റെ ശരീരമാകുന്ന ഈ മണ്ണ്, ഈ പൊടി, ഇത് തിരിച്ച് മണ്ണിലേക്ക് തിരികെ ചേരും. ഇത് കൃത്യമായി ശവമടക്കിയാലേ ഉയർക്കൂ എന്നൊരു പരാമർശമില്ല. കല്ലറകളിൽ ഉള്ളവർ നിത്യജീവനായി ഉയർത്തെഴുന്നേറ്റു എന്ന് ബൈബിൾ പറയുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ പറയുന്ന ഒരു സിംബോളിക് ലാംഗ്വേജ് ആണ്. അല്ലാതെ ഈ ശരീരമല്ല ഉയർത്തു വരാൻ പോകുന്നത്. എത്രയോ വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ മൺമറഞ്ഞു പോയിരിക്കുന്നു. എത്രയോ വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ അടക്കാൻ വേണ്ടിയിട്ട് ലഭ്യമായിട്ടില്ല. എത്രയോ പേരെ തിളച്ച എണ്ണയിലിട്ട് ഇല്ലാതാക്കി കളഞ്ഞു. എത്രയോ പേരെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു. എത്രയോ ജനത്തെ കടത്തിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. അതിന് ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ഗ്രഹാം സ്റ്റെയിൻസ്, തിമോത്തി, ഫിലിപ്പ്, ഇവരെല്ലാം ഇന്ത്യയുടെ വിരിമാറിൽ ജീപ്പിനകത്തിട്ട് തിരികൊളുത്തി ദഹിപ്പിച്ചു കളഞ്ഞതാണ്. ചാരം പോലും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇവരാരും കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടില്ലെന്നാണോ ഈ കത്തോലിക്കൻ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്? വളരെ കൃത്യമായിട്ട് അറിയുക. ശരീരം എങ്ങനെ അടക്കം ചെയ്യപ്പെടണം എന്നുള്ളത് ക്രിസ്തു മാർഗത്തിൽ നിർബന്ധമായൊരു കാര്യമല്ല. ഞാൻ എന്റെ ബന്ധുമിത്രാദികളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ശരീരം ഞാൻ മരിച്ചു കഴിയുമ്പോൾ ദഹിപ്പിച്ച് കളയണം. കാരണം അതെവിടെയെങ്കിലും കൊണ്ടുവച്ച് പിന്നെ അവിടെ ഒരു കല്ലറ ഉണ്ടാക്കി വെച്ച് അടുത്തു വരുന്ന തലമുറയ്ക്ക് സ്ഥലം മെനക്കേടാക്കി വെക്കാതെ, ഞാൻ മരിക്കുമ്പോൾ ഞാൻ ഉപേക്ഷിച്ചു പോകുന്ന എന്റെ ഉടുപ്പും എന്റെ പാന്റും എന്റെ ലാപ്ടോപ്പും എന്റെ വാച്ചും എന്റെ കാറും ഞാൻ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ആരെങ്കിലും എടുക്കുക. ആർക്കും വേണ്ടാത്തത് എന്റെ ശരീരമാണ്. ആ ശരീരം ദഹിപ്പിച്ച് കളയുക. ഇതാണ് ഞാൻ എന്റെ വീട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊറോണയുടെ സമയത്ത് എത്രയോ ആൾക്കാരെയാണ് JCBക്ക് കൂട്ടത്തോടെ വലിച്ചു മൂടി അതിനു മുകളിലേക്ക് മണ്ണിട്ടത്. എത്രയോ പേരെയാണ് കൂട്ടത്തോടെ കത്തിച്ചു കളഞ്ഞത്. വളരെ കൃത്യമായിട്ട് അറിയണം. കൃത്യം ശവമടക്കുണ്ടായില്ലെങ്കിൽ, കൃത്യം പള്ളിയിലെ കുരിശു കൊണ്ടവന്റെ തലക്കിൽ വെച്ചില്ലെങ്കിൽ, പള്ളി സെമിത്തേരിയിൽ തന്നെ അടക്കിയില്ലെങ്കിൽ യേശുവിന്റെ വരവിൽ ഉയർക്കില്ല എന്നൊരു പഠിപ്പീരുണ്ട്. അത് 100% തെറ്റാണ്. യേശുവിന്റെ വരവിൽ ഉയർക്കാൻ വേണ്ടത് പള്ളി സെമിത്തേരിയിലെ അടക്കപ്പെടലല്ല, ക്രിസ്തുവേശുവിൽ മരിക്കേണ്ടതാണ്. ഒരുവൻ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ അവൻ ക്രിസ്തുവിൽ ജീവിക്കണം. അവൻ ക്രിസ്തുവിനോട് ചേരണം. ഒരുവൻ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അവന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് അവൻ ക്രിസ്ത്യാനിയായി മാറുന്നത്. അവൻ ക്രിസ്ത്യാനിയായി ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുമ്പോഴാണ് അവന്റെ നിത്യത വാസ്തവത്തിൽ ഉറപ്പാകുന്നത്. അവൻ ഭാഗ്യവാനായി മാറുന്നത്. ഇത്തരം ഗൗരവമുള്ള കാര്യങ്ങളെ മറച്ചു വെച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ കബളിപ്പിച്ച് പ്രസ്ഥാനം നിലനിർത്തുവാനും ജനം നിത്യതയിലേക്ക് പോകാതിരിക്കുവാനും നിർബന്ധം പിടിക്കുന്നതാണ് ഈ പാവം ജനതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവർക്ക് എന്ത് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് ഈ ജനത്തിന് അറിയില്ല. തെക്കും വടക്കും ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് ഇതിലെ പരമമായ സത്യം. ബൈബിളിൽ എവിടെയും ശവമടക്കിന് പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കുന്നില്ല. ശവമടക്ക് ബഹുമതികളോടുകൂടി ചെയ്യുന്നത് നല്ലതാണ്. ബോഡി കിട്ടിയില്ല എന്നും വെച്ച് നമ്മൾ ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. ബോഡി നന്നായിട്ട് അടക്കിയില്ല എന്ന കാരണത്താലോ സെമിത്തേരിയിൽ അടക്കിയില്ല എന്ന കാരണത്താലോ ഉയർക്കില്ലെന്ന് ആരും കരുതണ്ട. മരിച്ചവർ എല്ലാവരും ഉയർത്തേ മതിയാകൂ. കല്ലറകളിലുള്ള എല്ലാവരും ഉയർത്തേ മതിയാകൂ. ക്രിസ്തുവിൽ മരിച്ചവർ അവർ ശരീരത്തിലിരുന്നപ്പോൾ ചെയ്തതിന് തക്ക പ്രതിഫലം വാങ്ങാനും, ക്രിസ്തുവില്ലാതെ മരിച്ചവർ അവർ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തതിന് പ്രതിഫലം വാങ്ങാനും ഉയർത്തെഴുന്നേറ്റ് വരേണ്ടി വരും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും മാറിപ്പോയി. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. കണ്ടോ? മരിച്ചവർ ആബാലവൃദ്ധം. സകല മരിച്ച ആൾക്കാരും, ദഹിപ്പിച്ചതായാലും ബോഡി കിട്ടാത്തതായാലും കഴുകന് കൊടുത്തതായാലും ഗംഗാ നദിയിൽ വലിച്ചെറിഞ്ഞിട്ട് അതിനെ കരയിൽ പിടിച്ച് പീസ് പീസാക്കി മുറിച്ച് തിന്നതായാലും
ഖബറിൽ അടക്കിയതായാലും കല്ലറയിൽ അടക്കിയതായാലും ഉണക്കി സൂക്ഷിച്ചതായാലും സമാധിയായതായാലും എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് വരേണ്ടി വരും. അതുകൊണ്ട് അടക്കിയതിന്റെ രീതി അനുസരിച്ചിട്ടല്ല ഉയർക്കുന്നത്, കർത്താവിന്റെ ശബ്ദത്തിങ്കലാണ് ഇവരെല്ലാം ഉയർക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഉയർക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിന് തെളിവാണ് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തത്. അതുകൊണ്ട് ജനം തിരിച്ചറിയേണ്ടുന്ന ഗൗരവമേറിയ കാര്യം, ഇപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞതനുസരിച്ച് നോർത്ത് ഈസ്റ്റ് റീജിയനിൽ ഒരു പ്രശ്നം നടന്നിരിക്കുന്നു. ഒരു ഹൈന്ദവൻ ക്രൈസ്തവനായിരിക്കുന്നു. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഡെഡ് ബോഡി അടക്കാൻ സ്ഥലമില്ലാതെ വരുന്നു. അവിടെ ഹൈന്ദവന്റെ സെമിത്തേരിയിൽ ക്രൈസ്തവ ആചാരം അനുസരിച്ച് അടക്കാൻ അവർ നിർബന്ധം പിടിച്ചു. അപ്പോൾ ഹൈന്ദവർ അതിന് അവസരം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അതിന് അവസരം കൊടുക്കേണ്ട ആവശ്യം അവർക്കില്ല. അവരുടെ സ്ഥലത്താണ് സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഹൈന്ദവ ആചാരപ്രകാരം സംസ്കരിക്കണം. അത് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയൂ. പക്ഷെ ഇവിടെ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞ ഇയാള് ഹൈന്ദവന്റെ സെമിത്തേരി ചെന്നിട്ട് ക്രൈസ്തവ ആചാരപ്രകാരം അടക്കിത്തരണമെന്ന് പറഞ്ഞ് ഒച്ചവെക്കുന്നത് ഭൂഷണമായ ഒരു കാര്യമൊന്നുമല്ല. ആ കേസ് സുപ്രീം കോടതി വരെ പോയിരിക്കുകയാണ്. വല്ല ആവശ്യമുണ്ടോ? ഞങ്ങളുടെ ഇടയിലുള്ള പല വിശ്വാസികളും മരിക്കുന്ന സമയത്ത് അവരുടെ ബന്ധുമിത്രാദികൾ ഹൈന്ദവരായിരിക്കാം, ചിലപ്പോൾ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടവർ മാത്രം വന്നവരായിരിക്കാം. അവർ വന്നിട്ട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ദഹിപ്പിക്കണം. അവർ നിർബന്ധം പിടിക്കാറുണ്ട്. ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ വിട്ടുകൊടുക്കാറുണ്ട്. കാരണം അവരുപേക്ഷിച്ചു പോയ ഉടുപ്പും പാൻറ്റും അവരുടെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളും അവർ തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ അവരുപേക്ഷിച്ചു പോയ അവരുടെ ശരീരം അവർ കൊണ്ട് ചെന്ന് ദഹിപ്പിക്കുകയോ ഉപ്പിലിട്ട് സൂക്ഷിക്കുകയോ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ആ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ച് ആ വ്യക്തിക്ക് ഒരു ഗുണമോ ദോഷമോ സംഭവിക്കാൻ പോകുന്നില്ല. ആ ശരീരം അയാൾ ഇവിടെ ഇട്ടേച്ചു പോയി, ഇവിടെ ആർക്കും വേണ്ട, ഇവിടെ കിടന്ന് നാറാതെ അതിനെ സംസ്കരിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. അവിടെ എത്രയോ കേസുകൾ ഞങ്ങളുടെ അടുത്ത് ആൾക്കാർ ചോദിക്കുമ്പം അവരുടെ ബന്ധുക്കൾ പറയും ഞങ്ങൾക്ക് ദഹിപ്പിക്കണം. നമ്മൾ നിങ്ങൾ കൊണ്ടുവെക്കോ. അവരുടെ വിചാരം തന്നെ ദഹിപ്പിക്കാൻ കിട്ടിയാൽ ഏതാണ്ട് കാര്യമുണ്ടെന്നാ. ഒരു ചുക്കും അതിനകത്തില്ല. ആള് ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധിയോടെ ജീവിച്ചോ? ആള് ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുവോ? ആള് ജീവിച്ചിരുന്നപ്പോൾ ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റോ? ആള് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ചുവോ? ക്രിസ്തുവിൽ മരിച്ചുവോ? അയാൾ സ്വർഗരാജ്യത്തിൽ പോകും. ശവമടക്കിന് ഇതിനകത്ത് പ്രാധാന്യമേ ഇല്ല. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു വിശ്വാസിയുടെ വേണ്ടപ്പെട്ട ഒരാള് മരണപ്പെട്ടു. അയാൾ മദ്യപാനിയാണ്. അയാൾ മരണപ്പെട്ടു. അപ്പോഴത്തേക്ക് അയാൾ പണ്ടെങ്ങണ്ടോ പൊയ്ക്കൊണ്ടിരുന്ന ചർച്ച് പിന്നീട് അയാൾ പോകത്തൊന്നുമില്ല. അയാളുടെ ഭാര്യ പിന്നീട് പോകും. അവിടുത്തെ ചർച്ചുകാർ പറഞ്ഞു 35,000 രൂപ വേണം ചർച്ചിൽ അടക്കം ചെയ്യണമെങ്കിൽ. അപ്പോഴത്തേക്ക് ആ വീട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു രക്ഷയുമില്ല, പൈസ കൊടുക്കാൻ നിവൃത്തിയില്ല, എന്താണ് ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു കൊണ്ടുപോയി, ഞാൻ അടക്കി തരാം. ഞങ്ങളുടെ സെമിത്തേരിയിൽ അയാളെ അടക്കി. അപ്പോൾ അയാളെ മദ്യപാനിയായ ആളാണ്, ഭാര്യ നിന്ന് പിണങ്ങി നിന്നയാളാണ്, എങ്ങനെയോ അയാൾ മരിച്ചു പോയതാണ്. ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. അയാളെ ഞാൻ അടക്കിയെന്നും പറഞ്ഞ് അയാളെ രണ്ടാം വരവിൽ എടുത്തുകൊള്ളപ്പെടാനൊന്നും പോകുന്നില്ല. അയാളെ ഞങ്ങളുടെ സെമിത്തേരിയിൽ അടക്കിയെന്നും പറഞ്ഞിട്ട് അയാൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. അയാളെ ഞങ്ങളുടെ സെമിത്തേരിയിൽ അടക്കി എന്ന കാരണത്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. അയാൾ മരിച്ചത് തെമ്മാടിയായിട്ടായിരിക്കാം. ഞങ്ങളെ വെക്കുന്ന സെല്ലിൽ തന്നെ അയാളെ കൊണ്ടുവച്ചു. കാരണം ഞങ്ങളുടേതായാലും അയാളുടേതായാലും മദ്യപാനിയുടേതായാലും വ്യഭിചാരിയുടേതായാലും ആത്മീകതയായാലും മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം അഴുകി ചീഞ്ഞു പോകാനുള്ളത് തന്നെയാണ്. അതിനെ മണ്ണിലേക്ക് കൊണ്ടുവെക്കുന്നിടത്ത് ഒന്നും തന്നെ നോക്കേണ്ടതില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത് അവർക്ക് ആ ശവം ഒന്ന് സംസ്കരിക്കാനുള്ള ക്രമീകരണം ചെയ്തു കൊടുക്കുക എന്നത് മാത്രം. അപ്പോൾ സഭക്കാര് മരിച്ചു കഴിഞ്ഞ ഉടനെ വെച്ച് വിലപേശാറുണ്ട്. ഞാൻ പലയിടത്തും പോയി അടക്കി കൊടുക്കാറുണ്ട്. കാരണം ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും. വെറുതെ മരിച്ചു പോയൊരു വീട്ടില് പ്രയാസമുണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതിനെ മറച്ചു കളയാനുള്ള ക്രമീകരണം ചെയ്തു കൊടുക്കുക. ദഹിപ്പിക്കാൻ കഴിയുമെങ്കിൽ ദഹിപ്പിച്ച് കളയുക. ഇതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കും. അടക്കം എങ്ങനെ നടത്തി എന്നുള്ളതല്ല പ്രത്യേകത. അടക്കം ആര് നടത്തി എന്നുള്ളതല്ല പ്രത്യേകത. അടക്കം എവിടെ നടത്തി എന്നുള്ളതല്ല പ്രത്യേകത. പരേതൻ ക്രിസ്തുവിലാണോ മരിച്ചത് എന്നതാണ് പ്രത്യേകത. ക്രിസ്തുവില്ലാതെ മരിച്ചവർ നിത്യനരകത്തിനായും ക്രിസ്തുവിൽ മരിച്ചവർ നിത്യജീവനായും ഉയർത്തെഴുന്നേൽക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്
ഇന്നയാൾ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അയാൾ ഇവിടം വിട്ട് പോയിരിക്കുന്നു, ഈ ശരീരം വിട്ട് പോയിരിക്കുന്നു. എവിടേക്കാ പോയിരിക്കുന്നത്? നിത്യവാസത്തിന് പോയിരിക്കുന്നു. എവിടെ പോകണമെന്ന് അയാൾ ശരീരത്തിലായിരിക്കുമ്പോൾ തീരുമാനിക്കണം. ഒരാൾക്ക് ദൈവത്തോടൊത്തു വസിക്കണമെങ്കിൽ അതിനുവേണ്ടി വഴി ഒരുക്കിയിരിക്കുന്നത് നസറായനായ യേശു ക്രിസ്തു മാത്രമാണ്. ക്രിസ്തു മാത്രമാണ് മാനവകുലത്തിന്റെ പാപത്തിനായി മരിച്ചത്. ക്രിസ്തു മാത്രമാണ് മാനവകുലത്തിന്റെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റത്. ക്രിസ്തു മാത്രമാണ് തനിക്കായി കാത്തിരിക്കുന്നവരെ സ്വീകരിക്കാൻ വീണ്ടും വരാൻ പോകുന്നത്. ഉലകത്തിൽ മറ്റാരും ഈ ഏറ്റവും ഒടുവിൽ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് സമാധിയിരുന്ന മണിയൻ ചേട്ടൻ പോലും മുന്നി മടങ്ങി വരാൻ പോകുന്നില്ല. ക്രിസ്തു മാത്രമാണ് മരണത്തെ ജയിച്ചവൻ. ക്രിസ്തു മാത്രമാണ് മടങ്ങി വരാൻ പോകുന്നത്. അതുകൊണ്ട് കാര്യം വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കണം. സുപ്രീം കോടതിക്ക് യേശുവിന്റെ വരവിനെ അറിയാമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കോടതിയിൽ ഇരിക്കുന്ന 2 ജഡ്ജിമാരും ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരായിരിക്കാം, ചിലപ്പോൾ ക്രൈസ്തവൻ തന്നെയായിരിക്കാം. അതൊന്നും ഇവിടത്തെ വിഷയമേ അല്ല. ഒരു രാജ്യത്തിന്റെയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒന്നും കർത്താവിന് വിഷയമേ അല്ല. കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, അതിൽ യേശു ഇരിക്കുന്നത് കണ്ടു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾ കടുത്ത ന്യായവിധി കൊടുക്കുന്നു. മരണം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പാതാളവും തങ്ങൾക്കുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. സമുദ്രം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തികൾ കടുത്ത ന്യായവിധി ഉണ്ടായി. അതുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, ക്രിസ്തു വരുമെന്ന് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാലും ഇല്ലെന്ന് വിശ്വസിച്ചാലും അധിക നാൾ ഇവിടെ കറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. ഇവിടം വിട്ട് പോയേ മതിയാകൂ. ഒരിക്കൽ മരിച്ചേ മതിയാകുമെങ്കിൽ ന്യായാസനത്തിന് മുമ്പിൽ നിന്നേ മതിയാകൂ. ഇതിൽ വേറെ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മരണത്തോടും കല്ലറയോടും ബന്ധപ്പെട്ട് അടിയുണ്ടാക്കേണ്ട കാര്യമില്ല. ഇവിടെ ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും കിടന്ന് അടികൂടുകയാണ്, ശവം കൊണ്ടുവച്ച് ബഹളം ഉണ്ടാക്കുകയാണ്. കാരണം ഇന്നടത്ത് അടക്കിയാലേ സ്വർഗത്തിൽ പോകൂ എന്ന തെറ്റിദ്ധാരണയാണ്. സുഹൃത്തുക്കളെ, എവിടെ വേണമെങ്കിലും അടക്കാം, കൊണ്ടുവന്ന് ദഹിപ്പിച്ചു കളഞ്ഞാലും ഒരു കുഴപ്പമില്ല. ആ ബോഡി നമ്മൾ സംസ്കരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരുത്തന്റെയും ഒരിടത്തും അടക്കിയത് കൊണ്ട് ഒരു പുണ്യവും ഉണ്ടാകാൻ പോകുന്നില്ല. ക്രിസ്തുവിൽ മരിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ക്രിസ്തുവിൽ ജീവിക്കാൻ തയ്യാറാകാം, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറാകാം, നിത്യതയ്ക്കൊരുങ്ങാം. മേ ഗോഡ് ബ്ലെസ് all of you.